ട്രെൻഡിങ് ആയിട്ടിരുന്ന ഡ്രസ്സിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കാണിച്ചു. പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് സ്ട്രോബെറി പിക്കിങ്ങിനാണ് കേട്ടോ. കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് നമ്മൾ സ്ട്രോബെറി പിക്കിങ്ങിന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ 2 പ്രാവശ്യം നമുക്ക് സ്ട്രോബെറി പിക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ച് അങ്ങനെ അങ്ങ് പോയതാണ് കേട്ടോ. ഗൂഗിളിലെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്തത്. എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പിക്ക് ചെയ്യേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു ഞങ്ങൾ രണ്ടുപേർക്കും. കാരണം അവിടെ ചെന്നപ്പോഴത്തേക്കും പകുതി സ്ട്രോബെറീസും റാസ്ബെറീസും എല്ലാം ഗ്രീൻ കളറിലും പിന്നെ പഴുത്ത് വന്ന സാധനങ്ങളെല്ലാം ഒരു ചെറിയ സൈസിലായിരുന്നു ഇരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഓർത്തുന്നത് പിന്നെ പറിക്കണ്ട, നമുക്ക് ഷോപ്പിൽ നിന്ന് നമുക്ക് സ്ട്രോബെറീസൊക്കെ മേടിക്കാമെന്നുള്ളത്. അങ്ങനെ സ്ട്രോബെറി ഫാമും റാസ്ബെറി ഫാമും എല്ലാം കണ്ടതിന് ശേഷം അതിൻ്റെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു കടയിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നാൽ എന്നാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ പിന്നെ ഈ കടയിൽ ട്രെൻഡിങ് ആയിട്ടിരുന്ന ഒരു സ്ട്രോബെറി മിക്സ്ഡ് സിറപ്പും കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് ഒരു സ്മൂത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് സ്ട്രോബെറി കഴിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നേ. അപ്പോൾ അത് മേടിക്കാമെന്ന് വെച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ നല്ല മധുരമായിരുന്നു അതിനെ. അതെങ്ങനെയൊക്കെയോ ഒന്ന് കഴിച്ച് തീർത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ചെറീസും സ്ട്രോബെറീസും ഒക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്ന് വെച്ചു.